നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വഴിയും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയും ഒക്കെ തന്നെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള ചില മാറ്റങ്ങൾ, ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമയപരിധികളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നെ നിരവധി ആളുകൾ തുടർച്ചയായിട്ട് ചോദിക്കുകയുണ്ടായി ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഈ വരുന്ന ജൂൺ മാസം മുതൽ പെൻഷൻ തുക 3000 രൂപയാക്കി വർദ്ധിപ്പിച്ച് നൽകുമോ എന്നതാണ്. ഈ ഒരു ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും അതോടൊപ്പം തന്നെ നിങ്ങളിൽ ചിലരുടെയെങ്കിലും പെൻഷൻ എന്നേക്കുമായിട്ട് മുടങ്ങിപ്പോകാനായിട്ട് കാരണമായേക്കാവുന്ന വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതിയെക്കുറിച്ചുള്ള നിർണായക വിവരവുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കുന്നത്. എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഈ അപ്ഡേറ്റ് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന പെൻഷൻ വർധനവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, നിലവിലുള്ള പെൻഷൻ തുക അത് 3000 രൂപയാക്കി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ അന്തിമ തീരുമാനം ഈ മാസം ജൂൺ 19 നിയമസഭയിൽ അവതരിപ്പിക്കുന്ന പുതിയ ബജറ്റിലൂടെ മാത്രമേ നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും ധനവകുപ്പും സംയുക്തമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയും അതോടൊപ്പം തന്നെ കടബാധ്യതയും പൂർണ്ണമായിട്ട് വിലയിരുത്തിയ ശേഷമായിരിക്കും ഈ പെൻഷൻ വർധനവ് എന്ന് മുതൽ നടപ്പിലാക്കണം എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ പ്രഖ്യാപനം ജൂൺ 19 നടത്തുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, മുൻപ് പല തവണ ചെയ്തതുപോലെ പെൻഷൻ തുക ഒറ്റയടിക്ക് 3000 രൂപയാക്കുന്നതിന് പകരമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അല്ലെങ്കിൽ തവണകളായിട്ട് മാത്രം ഉയർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് സർക്കാർ പോകാനാണ് കൂടുതലും സാധ്യത. എന്നാൽ ഇതൊന്നുമല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് അടിസ്ഥാന പെൻഷൻ തുക ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ 3000 രൂപയാക്കി മാറ്റിയേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. എന്തായാലും ജൂൺ 19 വരെ നമ്മൾ ഇതിനായിട്ട് കാത്തിരുന്നേ മതിയാകും. ഇതോടൊപ്പം തന്നെ നമുക്ക് മുൻപിൽ ലഭിച്ചിട്ടുള്ള മറ്റൊരു വലിയ ശുഭകരമായിട്ടുള്ള വാർത്ത എന്തെന്നാൽ, മുൻപ് പുറത്തിറക്കിയ പ്രകടന പത്രികയിലെയും തെരഞ്ഞെടുപ്പ് ഉറപ്പുകളിലെയും ഒക്കെ തന്നെ പ്രധാന നിർദ്ദേശങ്ങൾ പ്രകാരം ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു വലിയ ആനുകൂല്യം ലഭിക്കാനായിട്ട് പോവുകയാണ്. സാധാരണഗതിയിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അടിസ്ഥാന പെൻഷൻ തുകയേക്കാൾ 25% അധിക തുക ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഉറപ്പായിട്ടും നൽകും എന്നൊരു ധാരണ ഇപ്പോൾ സർക്കാരിൻ്റെ സജീവമായിട്ടുള്ള പരിഗണനയിലുണ്ട്. ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്ന വലിയൊരു വിഭാഗം വ്യക്തികൾക്ക് നിലവിൽ ലഭിക്കുന്ന തുകയേക്കാൾ വലിയൊരു വർധനവ് അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിലവിൽ മുഖ്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പിൻ്റെയും പ്രത്യേക ആലോചനയിലുള്ള ഈ പ്രധാന വിഷയം ബജറ്റിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് പുറത്തു വരുമെന്നാണ് പരക്കെ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ജൂൺ 19 ഈ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തത ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഭാവിയിൽ ഒരു തടസ്സവുമില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിലോ കൈകളിലോ നേരിട്ട് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടിയന്തരമായിട്ടുള്ള ചില നടപടിക്രമങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന വിധവാ പെൻഷൻ ആയിക്കോട്ടെ, അവിവാഹിത പെൻഷൻ ആയിക്കോട്ടെ, വാർദ്ധക്യകാല ക്ഷേമ പെൻഷൻ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ എല്ലാത്തരം പെൻഷനുകളും മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യസമയത്ത് ചെയ്തിരിക്കണം. നിലവിൽ ഈ ഒരു ബയോമെട്രിക് മസ്റ്ററിംഗ് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള തുക കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെയെല്ലാം തന്നെ അപേക്ഷിച്ച് ഇപ്പോൾ ഏറ്റവും അടിയന്തരമായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പെൻഷൻ വാങ്ങുന്നവരിൽ ചില പ്രത്യേക ആളുകളോട് അവരുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അഥവാ ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി ഹാജരാക്കാനായിട്ട് സർക്കാർ ഇപ്പോൾ കർശനമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരുന്നത് മുൻ സർക്കാരിൻ്റെ കാലത്ത്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ 2025 ഡിസംബർ മാസത്തിലാണ്. സംസ്ഥാനത്തെ ആകെ പെൻഷൻ വാങ്ങുന്ന 50 ലക്ഷത്തിലധികം വരുന്ന ആളുകളിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം 2.5 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ പെൻഷനായിട്ട് അപേക്ഷിച്ച ആ ആദ്യ സമയം മുതൽ തന്നെ ഇതുവരെ ഒരു തവണ പോലും തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുകയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർഹതയില്ലാത്തവർ ആനുകൂല്യം കൈപ്പറ്റുന്നത് തടയാനായിട്ട് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ 2.5 ലക്ഷം ആളുകളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഉടൻ സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വരുന്ന ജൂൺ മാസം 30 തീയതിയോടുകൂടി ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന സമയപരിധി പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. ഈ തീയതിക്കകം തന്നെ സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ പൂർണ്ണമായിട്ട് റദ്ദാക്കപ്പെടുകയും ഗുണഭോക്താക്കളുടെ എണ്ണമൊക്കെ ഏകദേശം ഒരു 58 ലക്ഷത്തിലേക്കൊക്കെ ചുരുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരിസരത്തോ ബന്ധുക്കളിലോ ഉള്ള അർഹരായിട്ടുള്ള ആളുകളൊക്കെ ഈ വിവരം അറിഞ്ഞിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഈ ജൂൺ മാസം 30 എന്ന അവസാന തീയതി അവരിലേക്കൊന്ന് എത്തിക്കുക. ഇവിടെ എല്ലാവരും സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. കാരണം നാളിതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത 2.5 ലക്ഷത്തോളം ആളുകൾ മാത്രം നൽകിയാൽ മതിയാകും.
ഏറ്റവും അവസാനമായിട്ട് ഈ വർഷത്തെ അതായത് 2026 പുതിയ മസ്റ്ററിംഗ് പ്രക്രിയ എപ്പോഴാണ് ആരംഭിക്കുന്നതെന്ന് പലരും തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് യാതൊരുവിധ ഔദ്യോഗിക അറിയിപ്പുകളോ അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങളോ സർക്കാർ തലത്തിൽ ഇപ്പോൾ സജ്ജമായിട്ടില്ല എന്ന കാര്യം കൂടി എല്ലാവരും ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിലവിൽ മസ്റ്ററിംഗ് ചെയ്യാത്തതോർത്ത് ആരും ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിച്ചുകൊള്ളും. പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള സുപ്രധാന അറിയിപ്പുകൾ, പ്രധാനപ്പെട്ട ഉത്തരവുകൾ, തീരുമാനങ്ങളൊക്കെ കൃത്യസമയത്ത് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.